സത്യം പറഞ്ഞാൽ കുറേ നാളുകൊണ്ട് വിചാരിക്കുകയാണ് ഓൺ വോയിസിൽ ഒരു ലോങ് വീഡിയോ ചെയ്യണമെന്ന്. ഇത്രയും നാൾ ഇരുന്നിരുന്ന് ഇന്നാണ് അതിനുള്ള കോൺഫിഡൻസ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഇന്നും ഹോം മെയ്ഡ് ജേർണൽ സപ്ലൈസ് ഉണ്ടാക്കുകയാണ്. അതും ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കവായി സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ തുടങ്ങാൻ വേണ്ടി ആദ്യമായിട്ട് ചെയ്തത് ഒരു വൈറ്റ് പേപ്പറിൽ കുറേ കവായി തീമിലുള്ള സംഭവങ്ങൾ വരച്ചു കൊടുക്കുക ചെയ്തത്. അപ്പം ഞാനെല്ലാം പിൻട്രസ്റ്റിൽ നിന്ന് ആദ്യമേ നോക്കി തന്നെ ഈസി ആയിട്ടുള്ളതും ക്യൂട്ടായിട്ടുള്ളതൊക്കെ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വരച്ചു കൊടുത്തു. എന്നിട്ട് അതിന് ഒരു ബ്ലാക്ക് ബോർഡറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഞാൻ വരച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് വരയ്ക്കുക. ഇനി അല്ല നിങ്ങൾക്ക് തന്നെ അല്ലാണ്ട് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ പിൻട്രസ്റ്റിൽ പോയി കവായി സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് നോക്കിയാൽ മതി, കിട്ടും. എന്നിട്ട് ഞാൻ സ്പെഷ്യലി ഇന്ന് യൂസ് ചെയ്തേക്കുന്നത് പെൻസിൽ കളേഴ്സാണ്. അപ്പം എനിക്ക് എപ്പോഴും കവായിന്ന് കേൾക്കുമ്പോഴേക്കും ഭയങ്കര ലൈറ്റായിട്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെയാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സ്കെച്ചൊന്നും യൂസ് ചെയ്തിട്ടില്ല, ഫുൾ പെൻസിൽ കളറാണ് യൂസ് ചെയ്തേക്കുന്നത്. അതും റെഡും പിങ്ക് ബ്ലൂ അങ്ങനെയുള്ള കളേഴ്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. യെല്ലോയും ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ കളേഴ്സാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തേക്കുന്നത്. പിന്നെ യൂഷ്വലി നമുക്ക് വേണമെങ്കിൽ സെലോ ടേപ്പൊക്കെ ഇതിൻ്റെ പുറത്ത് ഒട്ടിക്കുവാണെങ്കിൽ നല്ലൊരു ഗ്ലേസിങ് ഫിനിഷൊക്കെ കിട്ടും. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ കവായിൽ അതൊന്നും ഇഷ്ടമില്ല. അപ്പോൾ ഞാനത് ചെയ്തിട്ടില്ല. ആ സ്റ്റെപ്പ് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മളത് ഒരു കുറച്ച് വൈറ്റ് പാർട്ട് ഇട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ എൻ്റെ ഒരു ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാ സ്റ്റേഷനറിയിലും ഷോപ്പിലും കിട്ടുന്നതാണ്. അപ്പം കുറേ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ബട്ടർ പേപ്പറൊക്കെ യൂസ് ചെയ്യാതെ നമുക്ക് ഒരു ഗ്ലൂ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിലെല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് എപ്പോഴാണോ ആവശ്യം വരിക അത് ഈസി ആയിട്ട് പീൽ ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് കുറച്ച് ഗ്ലൂ സ്റ്റിക്ക് ഒന്നുകൂടെ തേച്ചിട്ട് അല്ലെങ്കിൽ ഫെവിക്കോളോ എന്താ വെച്ചാൽ യൂസ് ചെയ്തിട്ട് നമ്മുടെ ജേർണലിൽ അങ്ങ് ഒട്ടിക്കാം. ഇത്രയേ ഉള്ളൂ. പിന്നെ കവായി സ്റ്റിക്കേഴ്സ് ആണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഭംഗിക്കൊരു ലേബൽ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് വലിയ മെനയൊന്നുമില്ല, എന്നാലും ചുമ്മാങ്ങ ചെയ്താണ്. അപ്പോൾ ഫിനിഷിംഗ് ഒന്ന് നോക്കിയതാണ്. സംഭവം അടിപൊളിയല്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ, ട്രൈ ചെയ്യുമോ എന്നൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യാം. അപ്പോൾ ബൈ ബൈ.